ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ 3 വിവിധ കമ്പനികളിലായിട്ടുള്ള വേക്കൻസികളാണ്. അതിലൊന്ന് നമ്മുടെ സീഡാക്ക്, എല്ലാം നമ്മുടെ കേന്ദ്ര സർക്കാരിനൊക്കെ ഉള്ളതാണ്. ഒന്ന് നമ്മുടെ സീഡാക്കിൻ്റെ ആണ്. നമ്മുടെ തിരുവനന്തപുരം വേക്കൻസി ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇനി അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് തിരുവനന്തപുരം പോയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്കൊക്കെ ഫ്രഷേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ നല്ലൊരു അവസരമാണ്. നിങ്ങളുടെ കൂട്ടുകാരെ കണ്ട മാക്സിമം നിങ്ങൾ അയച്ചു കൊടുക്കുക. അതിലേക്കൊക്കെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിലൊന്നും എക്സ്പീരിയൻസ് വേണ്ട ആവശ്യമില്ല. ഇനി എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വിവിധ കാറ്റഗറി വേക്കൻസികൾ ഇതിൻ്റെ. അതുപോലെ MCA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ മാക്സിമം അവരിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്ത 3 നോട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ 3 കാറ്റഗറിയാണ്. ഇതിൽ ഒന്നാമത്തെ ഇതാണ്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വാപ്കോസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ നമുക്ക് ഈ പറയുന്ന ബാമൽ ലോറിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ MCA തുടങ്ങിയുള്ള അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിവിധ വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരൊറ്റ വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നത്. കാരണം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ അവിടെ ഒരുപാട് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യുകയാണ്. അപ്പോൾ എല്ലാം നമ്മൾ കറക്റ്റ് ഓരോ കാര്യം പറഞ്ഞതിന് ശേഷം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റ് ചെയ്ത വീഡിയോ ഒക്കെ കാണാം. പിന്നെ എനിക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് വേണ്ടത്. അത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യണോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ തന്നെ നോർമലി ചെയ്താൽ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ലൈക്കും കാര്യങ്ങളൊക്കെ തരുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ അതുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ച് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒഴിവുകൾ കാര്യങ്ങളൊക്കെ കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇപ്പം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സീഡാക്കിൻ്റെ വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും റിക്രൂട്ട്മെൻറ്റ് ഫോർ പ്രൊജക്ട് സ്റ്റാഫ് ഓൺ വാരിയസ് കോൺട്രാക്ട് പൊസിഷൻ. അപ്പോൾ ഇത് ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല, കോൺട്രാക്റ്റ് ആയിട്ട് ടെമ്പററി ആയിട്ടുള്ള വേക്കൻസിയാണ്. സീഡാക്ക് തിരുവനന്തപുരം. അതിൽ നമുക്ക് വോക്കിൻ ഇൻ്റർവ്യൂ ഉണ്ടാവും, അതുപോലെ അല്ലെങ്കിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ. അത് നമുക്ക് ചൂസ് ചെയ്യാം, വോക്കിനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ മതിയോ എന്നുള്ളത്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇതാണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ അവിടെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അത് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ 13/5/2026 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് ഏകദേശം, അതായത് ഇവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മെയിൽ വഴി നിങ്ങളെ അറിയിക്കും കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് ഏകദേശം ജൂണിൽ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ജോലി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന രീതിയിലാണ് ജൂണിൽ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ നടക്കുകയാണെങ്കിൽ, വോക്കിൻ സെലക്ഷൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം 8:30 മുതൽ 10:30 ഈ സമയത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം, വോക്കിൻ സെലക്ഷന് പോവുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റും അതുപോലെ പോസ്റ്റ് കോഡ് ഇവിടെ കാണാം, നമ്പർ ഓഫ് വേക്കൻസി കാണാം, ജോബ് ലൊക്കേഷൻ കാണാം, മോഡ് ഓഫ് ഇൻ്റർവ്യൂ കാണാം. അപ്പോൾ നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് കോഡുകൾ നോക്കാം. ഓക്കെ, അതിൻ്റെ എലിജിബിലിറ്റി കാണിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ നേരെ ഞാനെല്ലാം പറഞ്ഞു പോകുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോന്നും ഇവിടെ കണ്ടോ. ഇത് വോക്കിനാണ്. അത് സീഡാക്കിൽ തിരുവനന്തപുരം വെച്ചിട്ട് വോക്കിൻ ഇൻ്റർവ്യൂ നടക്കും. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോകാം. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, നിങ്ങൾ പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മോഡ് ഓഫ് ഇൻ്റർവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ നിങ്ങൾക്ക് നോക്കാം ഏത് പോസ്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ചിലത് നമുക്കിവിടെ റൈപ്പൂർ സൈറ്റിൽ പോകേണ്ടി വരും. ഇവിടെ ഉണ്ട്, ഓൺലൈൻ ഇല്ലാന്നുള്ളൂ. റൈപ്പൂർ അല്ലെങ്കിൽ വോക്കിൻ സീഡാക്കിൽ നമ്മുടെ തിരുവനന്തപുരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നോക്കട്ടോ, അപ്ലൈ ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ പോസ്റ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടി വരിക. അപ്പോൾ നമുക്ക് ഏറ്റവും താഴെ നിന്ന് മുകളിലേക്ക് പോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ മുകളിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ട പ്രൊജക്റ്റ് അസോസിയേറ്റ് ഫ്രഷറാണ്, സപ്പോർട്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അപ്പോൾ ഇതാണ് പോസ്റ്റ് കോഡ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ജസ്റ്റ് ഞാനൊന്ന് ഒന്നുപാടൊന്ന് സൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 3 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ 3 വേക്കൻസിയാണ്. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യത. ലൊക്കേഷൻ തിരുവനന്തപുരമാണ്. ഇതിലേക്ക് മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെയാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ SC/ST OBC ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് BE അല്ലെങ്കിൽ BTech ആണ്. അത് സ്പെഷ്യലൈസേഷൻ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് BE or BTech ഉണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ
എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് സ്കിൽ സെറ്റ് ഈ പറയുന്ന ഈ സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ കൊടുത്താൽ കുറച്ചും കൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഉണ്ടെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ ജോബ് പ്രൊഫൈൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാം. ഇനി കൺസോളിഡേറ്റഡ് സാലറി എന്ന് പറയുന്നത് നമുക്കൊരു പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 25,000 പെർ മന്ത് ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മിനിമം CTC ആനുവൽ CTC ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ പോസ്റ്റാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം, പ്രൊജക്ട് അസോസിയേറ്റ്. ഇതും സപ്പോർട്ട് എഞ്ചിനീയർ ഫ്രഷറാണ്. 10 വേക്കൻസി ഇതിലുണ്ട്. ഇത് റായ്പൂർ ആണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അതുപോലെ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. BA or BTech ആണ് സ്പെഷ്യലൈസേഷൻ. നേരത്തെ പറഞ്ഞതേപോലെയാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് BA or BTech ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 25,000 ആണ് സാലറി കാര്യങ്ങൾ. ഫ്രഷറിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത പോസ്റ്റ് വരുന്നത് പ്രൊജക്ട് എഞ്ചിനീയർ ഫ്രഷറാണ്. ഇതിൻ്റെ പോസ്റ്റ് കോഡ് ഇതാണ്. 3 വേക്കൻസി ഉണ്ട്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വരുന്നത്. 30 വയസ്സ് വരെ അപ്ലൈ. എല്ലാത്തിലും ഏജ് റിലാക്സേഷൻ ഉണ്ടാവും കേട്ടോ. ഈ റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് BA or BTech ആണെങ്കിൽ 60% മാർക്കോട് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് CGPA കൂടിയിട്ട് BA or BTech ആണ്. ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ്, IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടുള്ള BA or BTech ഉണ്ടായിരിക്കണം. ഫ്രഷറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. 37,500 ആണ് കൺസോളിഡേറ്റഡ് സാലറി ആയിട്ട് പറയുന്നത്. ഇതിന് അടുത്ത വരുന്നത് നമുക്ക് പ്രൊജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് ആണ് ഇത് ചോദിക്കുന്നത്. 2 വേക്കൻസിയാണ്. പോസ്റ്റ് കോഡ് ഇതാണ്. തിരുവനന്തപുരമാണ്. 45 വയസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. BA or BTech 60% മാർക്ക് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് CGPA ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് ഡിസിപ്ലിൻ വേണ്ടത്. ഈ ഡിസിപ്ലിനിൽ ഏതെങ്കിലും ആയിരിക്കണം എന്നുള്ളതാണ് BA or BTech. 1 year എക്സ്പീരിയൻസ് ഇവിടെ മാൻഡറ്ററി ആണ്. നിർബന്ധമാണ് കേട്ടോ. പ്രൊജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ് ഉള്ളത് നിർബന്ധമാണ്. മിനിമം 1 year എക്സ്പീരിയൻസ് വേണം. ഏതൊക്കെ മേഖലയിലാണ് എക്സ്പീരിയൻസ് കുറച്ചുകൂടെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലാത്തത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഏറ്റവും കുറച്ചും പാടെ അവർ ഡിസറബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ ജോബ് പ്രൊഫൈലും നിങ്ങൾക്ക് കൺസൾട്ടേറ്റ് പേയ്മെൻറ്റ് 37,500 ആണ് ലഭിക്കുക. പിന്നെ ഇവിടുന്ന് മുകളിലേക്ക് അടുത്തത് ഇതൊക്കെ 1 year എക്സ്പീരിയൻസ് വേണ്ടതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കട്ടോ. അത് ഞാൻ എല്ലാം റീഡ് ചെയ്യുന്നില്ല. BA or BTech ഇതാണ് ഡിസിപ്ലിൻ. നേരത്തെ പറഞ്ഞ സെയിം ഡിസിപ്ലിൻ തന്നെയാണ്. പിന്നെ അടുത്തത് ഇതും നമുക്ക് 1 year എക്സ്പീരിയൻസിൻ്റെതാണ്. പോസ്റ്റ് കോഡ് നോക്കി വെക്കുക നിങ്ങൾക്ക്. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കും കേട്ടോ. നിങ്ങൾ വെയിറ്റ് ചെയ്യാം. പിന്നെ അടുത്തത് എങ്ങനെയാണ് നമുക്ക് ഈ പേജിലേക്ക് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇവിടെ കണ്ട മിനിമം 4 year എക്സ്പീരിയൻസ് വേണം. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് മിനിമം 4 year മുതൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം അങ്ങനെ എക്സ്പീരിയൻസ് കാണുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. കാരണം ഉദ്യോഗാർത്ഥികൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഇടുമ്പോൾ അവർക്കത് താല്പര്യം കാണിക്കാറില്ല. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാറ്റഗറിയും ഉൾപ്പെടുത്തുന്നതാണ്. ഇതങ്ങളുടെ 9 years എക്സ്പീരിയൻസ് വേണം മിനിമം. അപ്പോൾ അത് നിങ്ങൾ നോക്കട്ടോ. ഓക്കെ, അപ്പോൾ താഴെ തന്നിരിക്കുന്ന കുറച്ച് വേക്കൻസികളാണ് നമുക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി അടുത്ത് നമ്മൾ കുറച്ച് കണ്ടീഷൻസ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് പറഞ്ഞു, ഏകദേശം ഡേറ്റ് പറഞ്ഞു. ബാക്കി കറക്റ്റ് ഡേറ്റ് നിങ്ങൾ അവർ എന്ത് ചെയ്യും അറിയിക്കും, മെയിൽ വഴി അറിയിക്കും എന്നുള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വാക്കിൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊണ്ടുപോകണം എന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്യണം. ഓക്കെ, നമ്മളത് പ്രിൻ്റ് എടുത്തിട്ട് ഫില്ല് ചെയ്യണം. അത് നമ്മൾ കൊണ്ടുപോകണം. രണ്ടാമത്തെ നമ്മൾ ഒരു 1 page റൈറ്റപ്പ് ഉണ്ട്. ഓക്കെ, നമ്മൾ ബേസിക് നമ്മുടെ എന്താണ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സംഭവമുണ്ട്. ആ ഒരു പേജിൽ നമ്മൾ ഒരു ഷോർട്ട് വളരെ ബ്രീഫായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു ഫോർമാറ്റ് അവർ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോകണം. അതിൻ്റെ 6 കോപ്പീസ് വേണമെന്നാണ് കേട്ടോ. വാക്കിൻ സെലക്ഷന് പോകുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 6 കോപ്പീസ് വേണം. ഇനി ഓൺലൈൻ പോകുന്നവരാണെങ്കിൽ അവർ ഒരു കോപ്പീസ് മതി എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഓൺലൈൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു കോപ്പി എടുത്ത് സ്കാൻ ചെയ്ത് മെയിൽ അയക്കണം. അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. പിന്നെ വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ID പ്രൂഫ്, ഈ പറഞ്ഞ ആധാറോ പാൻ കാർഡോ അതിലേതെങ്കിലും മതി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റു ഓട്ടോണമസ് സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ NOC നമുക്ക് വേണ്ട, നമ്മൾ നോക്കണ്ട. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ വാക്കിൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ കൊണ്ടുപോകണം. അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതുപോലെ അതിൻ്റെ റൈറ്റപ്പ് പേജ് എങ്ങനെയാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുക എന്നുള്ള കാര്യം പറയാം. ഓക്കെ, ഇനി ഓൺലൈനായിട്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഗൂഗിൾ ഫോം ഉണ്ട്, അതിൽ ഓൺലൈനായിട്ട് കൊടുക്കണം. ഓക്കെ, ഓൺലൈൻ എന്നുള്ള രീതിയിൽ കൊടുക്കണം. നമ്മൾ ഓൺലൈൻ മോഡിലാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ അങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. പക്ഷേ ഓൺലൈനായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാണ് മെയിൽ ID കൂടെ കാണാൻ പറ്റും. ഈ മെയിലിലേക്ക് കണ്ടോ tvmct@cdac.in എന്ന് പറയുന്ന ഇതാണ് മെയിൽ ID. ഈ മെയിലിലേക്ക് നമ്മൾ മെയിൽ അയക്കണം. മെയിൽ അയക്കേണ്ടത് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിൻ്റെ, അതായത് നമുക്ക് 26/5 ആണ് കേട്ടോ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും.
അതായത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, ദെൻ നിങ്ങൾക്ക് അത് കറക്റ്റ് സ്പോട്ടിൽ പോയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഓഫ്ലൈനായിട്ടും ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യുകയാണെങ്കിലും നമ്മളിതിൽ ഗൂഗിൾ ഫോം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഗൂഗിൾ ഫോം. ഇത് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നവരും ഇതിൽ രജിസ്റ്റർ ചെയ്യണം, അതുപോലെ ഓഫ്ലൈനായിട്ട് നിങ്ങൾ അത് ഡയറക്റ്റ് പോയിട്ട് ചെയ്യുന്നവരാണെങ്കിലും ഇതിൽ രജിസ്റ്റർ ചെയ്യണം. 2 കാറ്റഗറിയിലാണെങ്കിലും നമ്മൾ രജിസ്റ്റർ ചെയ്യണം. പക്ഷേ ഓൺലൈനായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആ ഒരു വിസിറ്റ് ചെയ്യണ്ടല്ലോ. ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ എന്താണ് തിരുവനന്തപുരം നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്ന് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എന്തിനാണെന്ന് വെച്ചാൽ ഈ മെയിൽ ഐ ഡി ഉണ്ട്, ഞാനിവിടെ മാർക്ക് ചെയ്ത tvmcrt@cdac.in എന്ന് പറയുന്ന ഈ മെയിലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡോക്യുമെൻറ്റ്സ്, അതായത് നിങ്ങൾ ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം അത് സ്കാൻ ചെയ്യുക, എന്നിട്ട് PDF ആക്കുക. പിന്നെ 1 പേജ് റൈറ്റപ്പ് അത് സ്കാൻ ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ID പ്രൂഫ് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് മെയിലിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ അയച്ചു കൊടുക്കണം. അങ്ങനെ മെയിലിലേക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റ്, മെയിലിൽ നമുക്ക് സബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടല്ലോ, ഒരു കോളം ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ പോസ്റ്റ് കോഡും അതുപോലെ നിങ്ങളുടെ പേരും ഓക്കെ, ഉദ്യോഗാർത്ഥിയുടെ പേരും അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, സബ്ജക്റ്റ് ബ്ലാങ്ക് ആക്കി ഇടരുത്. നിങ്ങൾ ആ മെയിലിൽ സബ്ജക്റ്റ് പറഞ്ഞ കോളുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് താത്താൻ നിൽക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓൺലൈനായിട്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഈ ഡോക്യുമെൻറ്റ്സ് ആ രീതിയിൽ നിങ്ങൾ മെയിൽ അയച്ചു കൊടുക്കണം, ഈ 3 എണ്ണം. ഇപ്പോൾ NOC ആവശ്യമുള്ളവർ NOC, ഓക്കെ, ഇത് നമ്മൾ മെയിൽ അയച്ചു കൊടുക്കണം. ഇനി ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ വരും, ആ സമയത്ത് നിങ്ങൾ പോയാൽ മതി. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യണം 13/5/2026 മുതൽ 26/5/2020. അത് ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഗൂഗിൾ ഫോം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും. അതിനായിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ഇത് ടെമ്പററി ആയിട്ടുള്ള എന്താണ് പോസ്റ്റാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നെ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവിടെ CDAC-ൻ്റെ ലിങ്ക് തരാം. CDAC എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഞാൻ CDAC എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്ക് വരും. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ അയക്കേണ്ടതിലൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ മറ്റ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കാം. മെയ് 26-നാണ് ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, പ്രത്യേകം ശ്രദ്ധിക്കുക. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക, നിങ്ങൾ ഏറ്റവും താഴേക്ക് വരാം. ഇവിടെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്ന ടാബിളുണ്ട്. ഈ ഇതിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് കാണാം, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉള്ള ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി, നേരെ നമുക്ക് ഇതിലേക്കാണ് വരിക. ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് കേട്ടോ വരിക. ജസ്റ്റ് കാണിക്കാം. ഓക്കെ, നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോമാണ്. അപ്പോൾ നിങ്ങൾ വാക്കിൻ ഇൻ്റർവ്യൂവിന് ഡയറക്റ്റ് CDAC-ൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പ്രിൻ്റ് എടുത്തിട്ട് കംപ്ലീറ്റ് ഇവിടെ പാസ്വേഡ് ഫോട്ടോഗ്രാഫൊക്കെ ഒട്ടിച്ചിട്ട് നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് നിങ്ങൾ സൈൻ ചെയ്തിട്ട് ഇത് കൊണ്ടുപോകണം. ഇതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, നിർബന്ധമായിട്ടും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ് ഒറിജിനലും വേണം, എല്ലാത്തിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോ കോപ്പിയും വേണം. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു ഫോമും പിന്നെ 1 പേജ് റൈറ്റപ്പും പിന്നെ നിങ്ങളുടെ ID പ്രൂഫും ഈ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ വാക്കിൻ ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. ഇനി ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിത് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സ്കാൻ ചെയ്ത് PDF ആക്കിയിട്ട് നിങ്ങൾ മെയിലിൽ അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം. ഇനി ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ CDAC-ൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇവിടെ ഓപ്പൺ ആയി വരിക. ഓക്കെ, ഇത് CDAC-ൻ്റെ പോർട്ടൽ തന്നെയാണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഫോർ പ്രൊജക്ട് സ്റ്റാഫ്, അതൊന്ന് കൺഫേം ചെയ്യുക. അഡ്വർടൈസ് നമ്പർ നോക്കുക, നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഈ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നമ്മുടെ വേക്കൻസിയുടെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് താഴോട്ട് വരിക. ഏറ്റവും അടിയിലായിട്ടാണ് നമുക്ക് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഉള്ളത്. ഓക്കെ, ഏറ്റവും താഴെ ഇവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക്. ഈ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഫോം ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം മോഡ് ഓഫ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏതിനാണ് താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് വാക്കിൻ അറ്റ് CDAC ട്രിവാൻഡ്രം ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഡയറക്റ്റ് അവിടെ പോയി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾ പുറത്തെവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ് ഇവിടെ. ഓക്കെ, നമുക്ക് ഓപ്ഷൻ ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൺലൈനാണ് കൊടുക്കുന്നതായിരിക്കാം. ഇനി ഇവിടെ മെയിൽ ID നിങ്ങളത് കൊടുക്കാം. അത് നിങ്ങൾ ഏത് പോസ്റ്റാണ്, പോസ്റ്റ് കോഡ് നോക്കി വെക്കണം. ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത പോസ്റ്റ് അത് സെലക്ട് ചെയ്യാം. ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് ബേസിക് കാര്യങ്ങളാണ് ഇവിടെയൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ 0 <1 ആണെങ്കിൽ ഇത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മിനിമം
ഒരു 1+ ഇയർ എക്സ്പീരിയൻസിൻ്റെ മുകളിലത്തെ കൊടുക്കാം, 4 വർഷം അതിൽ മുകളിലുണ്ടെങ്കിൽ ഇത് കൊടുക്കാം. ഒക്കെ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കാം. ഓക്കെ, ഞാൻ ഫ്രഷറാണ് കൊടുത്തത്, ഫ്രഷറാണ് ഈ അടിയത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ ഇതൊന്നും ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയിയോ എക്സ് സർവീസിനൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മളോട് ഇത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് സെൻട്രൽ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാം. അവിടെ ഇപ്പോൾ നമ്മൾ നോ ആണ് കൊടുക്കേണ്ടത്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെയാണ് നിലവിൽ താമസിക്കുന്ന സ്റ്റേറ്റ് ഏതാണ് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ അഗ്രി കൊടുത്ത് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. അത് നിങ്ങൾ ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് സീഡാക്ക് പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിലും ഏത് കാൻഡിഡേറ്റ്സ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യണം എല്ലാ ഉദ്യോഗാർത്ഥികളും. ഓക്കെ, അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ അവർ നമുക്ക് ഇതിൻ്റെ എന്നാണ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്ക് മെയിൽ വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഗൂഗിൾ ഫോമിൻ്റെ നേരെ കണ്ടോ താഴെ 1 പേജ് റൈറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യാം. 1 പേജ് റൈറ്റപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് 1 പേജ് റൈറ്റപ്പ്. ഇത് നിങ്ങൾ സീഡാക്കിൽ പോയിട്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഈറ്റാൽ പ്രിൻ്റ് എടുത്തിട്ട് ഇതിൻ്റെ 6 കോപ്പി നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, 6 കോപ്പി ഉണ്ടായിരിക്കണം. എന്നാൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു കോപ്പി അത് സ്കാൻ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി, മെയിൽ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അല്ലാത്തവർ ഡയറക്റ്റ് അവിടെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ഇതിൻ്റെ 6 കോപ്പി ഇതിൽ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, BTech MTech PhD ലെവൽ മാത്രമേ ഇതിൽ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അതല്ലാതെ നിങ്ങൾ SSLC +2 മറ്റു ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കൊടുക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ റിസർച്ചുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ എക്സ്പീരിയൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഡേറ്റ്, നെയിം ഇതൊക്കെ ഇതാക്കുക എന്നുള്ളതാണ് നമ്മൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് അവർക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. മറ്റേത് നമുക്കിപ്പോൾ മറ്റേ ആപ്ലിക്കേഷൻ ഫോമാണ് ഇങ്ങനെ മറിച്ച് അങ്ങോട്ട് കുറേ കളിക്കുക. അത് അതിനുള്ളൊരു സംഭവമാണ് 1 പേജ് റൈറ്റപ്പ്. ഇതിൻ്റെ ഒരു 6 കോപ്പിയാണ് ഡയറക്റ്റ് നിങ്ങൾ വാക്ക് ഇൻ ഇൻ്റർവ്യൂവിന് പോകുന്നവർ ചെയ്യേണ്ടത്. അല്ലാത്തവർ ഒരു കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവർ നമ്മുടെ ഇതിൽ മെയിലിൽ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ച അതേ ഫോം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഈ ഫോം ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇത് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യണം, ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് May 26 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഇനി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ, അതായത് ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ May 26 ഉള്ളിൽ നേരത്തെ ഞാൻ പറഞ്ഞ മെയിൽ ID എന്ത് ചെയ്യണം, മെയിൽ അയക്കണം. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുകയും വേണം. സബ്ജക്റ്റ് എന്നുള്ളത് എന്താ കൊടുക്കേണ്ടതെന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സീഡാക്കിൻ്റെത്. ഇനി നമ്മൾ സീഡാക്കിൻ്റെത് ക്ലോസ് ചെയ്യാണ് കംപ്ലീറ്റ്. സീഡാക്കിൻ്റെ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വാപ്കോസിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 11/5/2026 ഇതിപ്പോൾ നമ്മൾ വാപ്കോസ് ലിമിറ്റഡിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആട്ടോ. സീഡാക്കിൻ്റെ നമ്മൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. 15 വർഷം. അപ്പോൾ താഴോട്ട് വരാം കുറച്ച്. ഓക്കെ, നമുക്ക് എക്സ്പീരിയൻസ് കുറവുള്ളത് ഫീൽഡ് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ. അത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT. ഈ പറഞ്ഞ ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BA or BTech അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസും ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 4 വർഷത്തെ എക്സ്പീരിയൻസും മിനിമം വേണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് ഏത് മേഖലയിലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 91 വേക്കൻസി ഇതിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഒരു 46 വേക്കൻസി വരുന്നതുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഡിഗ്രിയോ ഡിപ്ലോമ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സോ ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഉള്ളവരാണെങ്കിൽ 3 വർഷം മിനിമം എക്സ്പീരിയൻസ് വേണം. ഡിപ്ലോമ ഉള്ളതാണെങ്കിൽ 6 വർഷം എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. പിന്നെ ഇവിടേക്കൊക്കെ നമുക്ക് 6 വർഷം മുതൽ അങ്ങനെ എക്സ്പീരിയൻസ് മിനിമം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ നോക്കാം. പിന്നെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള രീതിയിൽ കിട്ടും SC/ST OBCക്കൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ മെയിൽ വഴിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ടെമ്പററി പോസ്റ്റാണ്, ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല. അവരുടെ പ്രൊജക്ട് റിക്വയർമെൻറ്റിന് വേണ്ടിയുള്ള പോസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് ഇൻ്റർവ്യൂ ആയിരിക്കും. അതുപോലെ തന്നെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലായിരിക്കും അത് ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എവിടെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അല്ലെങ്കിൽ എബ്രോഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പുറത്തൊക്കെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാന്നുള്ള കണ്ടീഷനാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതാണ് മെയിൽ ID.
ജസ്റ്റ് മെയിൽ അയച്ചാൽ മതി. നിങ്ങൾ rdss@wapcos.co.in എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഞാൻ കാണിക്കാം. ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്ത് നിങ്ങളത് ഫില്ല് ചെയ്തതിന് ശേഷം ഈ പറയുന്ന മെയിലിലേക്ക് നമ്മൾ മെയിൽ അയക്കുകയാണ് വേണ്ടത്. ഓക്കെ, അതിൻ്റെ CV ഫോർമാറ്റ് ഉണ്ട്, ആ CV ഫോർമാറ്റ് ഞാൻ തരാം. ഇത് നമ്മൾ മെയിൽ അയക്കേണ്ട അവസാന തീയതി മെയ് 26 തന്നെയാണ് കേട്ടോ. മെയ് 26 ഉള്ളിൽ നമ്മൾ CV അയക്കണം. CV അയക്കുന്ന സമയത്ത് CV-യിൽ നമുക്ക് CV-യുടെ ആ ഒരു ഫയൽ നെയിമില്ലേ, ഫയൽ നെയിം ഇത് നിങ്ങൾ ഇതുപോലെ കൊടുക്കുക. അതുപോലെ തന്നെ മെയിലിൽ സബ്ജക്റ്റ് എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇതുപോലെ കൊടുക്കുക. TPI RDSS പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നെയിം ഓഫ് കീ പൊസിഷൻ, നിങ്ങളുടെ പൊസിഷൻ എന്താണ്, ഇപ്പോൾ ഫീൽഡ് സൂപ്പർവൈസർ അല്ലേ. ഓക്കെ, ഫീൽഡ് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ ഈ പറയുന്ന ഇതുപോലെ ടൈപ്പ് ചെയ്യുക. TPI നമ്മുടെ മെയിലിൽ സബ്ജക്റ്റ് എന്നുള്ള കോൾ ഉണ്ടാവുമല്ലോ, മെയിലിൽ അറിയാത്തവരുണ്ടാവില്ല വിചാരിക്കുന്നു. നമ്മൾ മെയിൽ അയക്കുമ്പോൾ അവിടെ സബ്ജക്റ്റ് എന്നുള്ള കോൾ ഉണ്ടാവും. അവിടെ TPI RDSS ക്യാബിനറ്റിൽ ദെൻ പ്രൊജക്റ്റ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നെയിം ഓഫ് കീ പൊസിഷൻ, അതായത് സൂപ്പർവൈസർ, ഫീൽഡ് സൂപ്പർവൈസർ എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇയർ ഓഫ് എക്സ്പീരിയൻസ്, എത്ര ഇയർ ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനൊക്കെ ആയിരിക്കും മേ ബി. അപ്പം നിങ്ങൾക്ക് എത്ര മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് അതിൽ വേണമല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പാടെ അതിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ആ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ മെയിൽ അയക്കേണ്ടത്. അതുപോലെ ഇതേ രീതിയിൽ തന്നെ നമ്മുടെ CV-യുടെ ഫയൽ നെയിമും നിങ്ങൾ അതുപോലെ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക മെയിൽ അയക്കുമ്പം. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എന്താണ് അപ്ലിക്കേഷൻ, അതായത് CV-യുടെ ഫോർമാറ്റ് ലഭിക്കാനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാപ്കോസ് റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ അയക്കേണ്ടതൊക്കെ ഫോളോ ചെയ്യാം. അപ്ലൈൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു മെയ് 26. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വാപ്കോസിൻ്റെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. റിക്രൂട്ട്മെൻറ്റ് പേജിലേക്കാണ് വരിക. ഇതാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഇതുണ്ടോ. ഓക്കെ, അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ഇവിടെ കാണാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ഇഷ്യൂ ഡേറ്റ് മെയ് 12 ക്ലോസിംഗ് ഡേറ്റ് മെയ് 26. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് CV ഫോർമാറ്റ്. ഓക്കെ, ഇനി അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ് കാണാം. ഇപ്പോൾ CV ഫോർമാറ്റ് ജസ്റ്റ് നമുക്ക് വ്യൂ ചെയ്യാം. ഇത് വ്യൂ ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ടൊരു എന്താണ് ഫോമാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പൊസിഷൻ ഏതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾ അഡ്രസ് ഡീറ്റെയിൽസും എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് സൈനും ഡേറ്റൊക്കെ എഴുതിയിട്ട് ഇതാണ് നമ്മൾ മെയിലായിട്ട് അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും, മെയിൽ ത്രൂ നിങ്ങളെ മറ്റു ഷോർട്ട് ലിസ്റ്റ്, അതായത് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെയിൽ ത്രൂ എലിജിബിൾ ആയുള്ള വിദ്യാർത്ഥികളെ അതിൻ്റെ ഇൻറ്റിമേഷനൊക്കെ അവർ അയക്കുന്നുള്ളതാണ്. അപ്പോൾ വാപ്കോസിൻ്റെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് വാപ്കോസിൻ്റെ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത ലാസ്റ്റ് നമുക്കിനി പറയാനുള്ളത് ബാമർ ലിയോറിയുടെ ആണ്. ഇതിൻ്റെ നിങ്ങൾക്കിവിടെ കാണാതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ്. ഇപ്പോൾ ഇതിൽ നമുക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ കാണാം. ഇതിലും 3 വർഷത്തേക്ക് ടെമ്പററി പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 13 മെയ് 2026 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമ്മുടെ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന് കീഴിലുള്ളതാണ് ഈ പറയുന്ന ബാമർ ലോറി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിൽ നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് വേണം കണ്ടോ. 6 ഇയർ 2 ഇയർ ഇതൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഫ്രഷേഴ്സിനുള്ള ജസ്റ്റ് നോക്കാം. ജൂനിയർ ഓഫീസർ ഇലക്ട്രിക്കൽ ആൻഡ് മെയിൻ്റനൻസ് ആണ്. FTO അതിൻ്റെ പോസ്റ്റ് കോഡ് അതാണ് വരിക. ഓക്കെ, ഇതാണ് ഗ്രേഡ് ആണ് കേട്ടോ അത് വരിക. പിന്നെ നമ്പർ ഓഫ് വേക്കൻസി 1 ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ അതിൻ്റെ പോസ്റ്റിംഗ് ആണ്, ലൊക്കേഷനാണ് പറയുന്നത്. 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിലേക്ക് ഡിപ്ലോമയാണ് പറയുന്നത്. ഈ പറയുന്ന ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിലുള്ള ഡിപ്ലോമ വിത്ത് C ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഫ്രഷറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ അടുത്തത് വന്നിരിക്കുന്നത് ജൂനിയർ ഓഫീസറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിന് ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്കൂടെ കാണാൻ ചെന്നൈ ആണ്. 30 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് പറയുന്നത്. ജസ്റ്റ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് ജൂനിയർ ഓഫീസറാണ്. ഇതിൽ നമുക്ക് 30 ഏജ് ലിമിറ്റ് വരുന്ന ഒരു വേക്കൻസിയാണ്. ഇതിലൊക്കെ ഓരോ വേക്കൻസിയാണ്. ഇതിൽ BCom ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഫ്രഷറിന് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് CA ഇൻ്ററോ അല്ലെങ്കിൽ MCom ഒക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടാവുന്നുള്ളതാണ് കേട്ടോ. അതുപോലെ അടുത്തത് ഓഫീസറാണ് പ്രൊഡക്ഷൻ. ഇതിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പറയുന്നത്. 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, BA or BTech ഡിപ്ലോമ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്നുള്ളതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും പ്ലാൻ ടെക്നോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കുറച്ചും പാടെ സാധ്യത കൂടുതലാണ് ഈ പോസ്റ്റിന് കേട്ടോ. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ 2 വർഷമൊക്കെ ഉള്ളത് നോക്കാം നിങ്ങൾക്ക്. ഓക്കെ, നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇതാണ്.
ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇതും 13 മെയ്ന് വന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ്. ഇതൊക്കെ ബാമർ ലോറിയുടെ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രഷർ അല്ല, ഇതൊക്കെ മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അസിസ്റ്റൻറ്റ് മാനേജറും എന്ന് പറയുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതാ ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഡിഗ്രി, ഓക്കെ ജസ്റ്റ് ഒന്ന് സൂം ആക്കി കാണിക്കാം. ഓക്കെ ഇതുണ്ടോ, ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ 2 ഇയർ ഫുൾ ടൈം MBA കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഗ്രാജുവേറ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് പറഞ്ഞാൽ എനി ഡിസിപ്ലിനാണ്, BA or BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഫുൾ ടൈം MBA കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി മാനേജ്മെൻറ്റിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ PG ഡിപ്ലോമയോ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് അസിസ്റ്റൻറ്റ് മാനേജർ നിങ്ങൾക്കൂടെ കാണാം. ഫങ്ഷണൽ FICO ഫങ്ഷണലാണ്. ഇതിൽ ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് എന്നാണ് പറയുന്നത്. അത് ഈ പറയുന്ന ഡിസിപ്ലിൻ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ കേട്ടോ. ഇനി അല്ലെങ്കിൽ CA ഉണ്ട്, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ MCA ഉണ്ട്, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. 2 ഇയർ ഫുൾ ടൈം MBA വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ ഡിപ്ലോമോ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് ഫൈനാൻസിലുള്ള PG ഡിപ്ലോമയോ PG ഡിഗ്രി ഉണ്ടാവില്ല, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഒന്ന് മതി, 1 ഇയർ എക്സ്പീരിയൻസ് മതി കേട്ടോ. ഓക്കെ, ഇതപ്പോൾ ആ രീതിയിലുള്ള വേക്കൻസിയാണ്. ഇനി അടുത്തത് ഇതിൽ നമുക്കിതുപോലെ 2 വർഷം ഇവിടെ ഫ്രഷറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി മതി കേട്ടോ. എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. ജൂനിയർ ഓഫീസർ ട്രാവൽ, ഇത് ഡൽഹിയാണ് ലൊക്കേഷൻ വരുന്നത്. 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ ഒരു വേക്കൻസിയാണുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ടിക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ നിങ്ങൾ ടിക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിലേക്ക് സാധ്യത കൂടുതലാണ്. ഇനി അതുപോലെ തന്നെ ജൂനിയർ ഓഫീസർ നിങ്ങൾക്കൂടെ കാണാം. ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി മതി, ഫ്രഷറിന് അപ്ലൈ ചെയ്യാം. ഇനി FTO 1 രണ്ടെണ്ണം ഉണ്ട്, FTO 1 ഓർ FTO 2. FTO 1 ആണെങ്കിൽ ഫ്രഷറിന് അപ്ലൈ ചെയ്യാം. FTO 2 ആണെങ്കിൽ 2 ഇയർ ട്രാവൽ ഡൊമൈനുമായി ബന്ധപ്പെട്ട ഡിഗ്രി കഴിഞ്ഞ ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഓഫീസർ, പക്ഷേ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ 3 നോട്ടിഫിക്കേഷൻ ബാമർ ലോറിയുടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണാം. ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ റെമ്യൂണറേഷൻ കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. ഓക്കെ, അതായത് എത്രയാണ് മന്ത്ലി നിങ്ങൾക്ക് മാക്സിമം കിട്ടാവുന്ന ഓരോ പോസ്റ്റിൻ്റെയും കാണാം. ഓക്കെ, എല്ലാ നോട്ടിഫിക്കേഷനും അതുണ്ട്, ഞാനെല്ലാം കാണിക്കുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂടും. റിസർവേഷനും ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഈ പോസ്റ്റിന് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്കിൽ ഈ പറയുന്ന ബാമർ ലോറിയുടെ റിക്രൂട്ട്മെൻറ്റ് നടത്തി തരും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജിലേക്ക് വരും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ ഏറ്റവും താഴോട്ട് വരാം. ഇതിൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചേർന്ന് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചേർന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ബാമർ ലോറിയുടെ ആ ഒരു കരിയർ പേജിലേക്കാണ് നമ്മൾ വരിക. ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നോട്ടിഫിക്കേഷൻ കേട്ടോ. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ വ്യൂ ഫയൽ എന്ന് കൊടുത്താൽ ഞാനിപ്പോൾ കാണിച്ച PDF നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ അടുത്ത പേജ് നെക്സ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്കെല്ലാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ പറയുന്ന ബാമർ ലോറിയുടെ ആണെങ്കിൽ ഇതിലേക്ക് മൊത്തം അപ്ലൈ ചെയ്യാൻ എല്ലാ നോട്ടിഫിക്കേഷൻ അപ്ലൈ ജൂൺ 5 ആണ് കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് വരെ ക്ലോസിംഗ് ഡേറ്റ് ജൂൺ 5 ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ജൂൺ 5 വരെ അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത നിങ്ങൾക്ക് ഇതിൽ അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഓൺലൈനായിട്ട് ആദ്യം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചേർന്ന് കൊടുക്കാം. രജിസ്റ്റർ ചെയ്യാനായിട്ട് ക്ലിക്ക് ചേർന്ന് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യണം. ബാമർ ലോറിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ഇതൊക്കെ കൊടുത്ത് യൂസർ നെയിമും പാസ്വേഡൊക്കെ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ഇവിടെ ലോഗിൻ എന്ന് കൊടുക്കാം. ഓക്കെ, ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാമർ ലോറിയുടെ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ്. ഇതിൽ നമ്മൾ ഓൺലൈനായിട്ടാണ് ബാമർ ലോറിയുടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതിൽ ഡൗട്ടോ കാര്യങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോയുടെ ലെങ്ത്ത് ഇച്ചിരി കൂടുതലാകാം, അത് നിങ്ങൾ ക്ഷമിക്കണം. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 3 വീഡിയോ ചെയ്യേണ്ടത് നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.